ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, എന്തൊക്കെയാണ് ഇന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റിവിറ്റിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. നമുക്ക് പിന്നെ പറയാവേ. നമുക്കിവിടെ കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങളും ഒരു ചേഞ്ച് വരുത്തണം, എനിക്ക് ഇങ്ങനെ ആയാൽ പറ്റില്ല, ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോയാൽ പറ്റില്ല, എന്തായാലും എൻ്റെ ജീവിതത്തിന് ഒരു ചേഞ്ച് വരുത്തിയേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന പലരുടെയും എനർജിയാണിത്. നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്, ചേഞ്ചിന് 10 ആണ് വന്നിരിക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളൊരു മാറ്റം കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നല്ല ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവേശമുണ്ടായിരിക്കണം, ഇന്ന് തുടങ്ങണം എന്ന് വെച്ച് അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ ഒരു തുടക്കം കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങണം എന്ന് നിങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവാം. ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒത്തിരി ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നവരുണ്ടായിരിക്കണം. 1 നമ്പർ അല്ലേ ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട്. 1 എന്ന് പറയുമ്പോൾ 11 ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ 1, 11, 111, 111 ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. കാരണം ഇതിവിടെ നിങ്ങൾക്ക് സ്പിരിച്വലി ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ആത്മീയപരമായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിന്റെ തന്നെ ഒരു പ്രോഗ്രസ്സിലേക്ക് പോകുന്നതായിട്ടാണ് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ സാധിക്കും. കാരണം അടുത്തതായിട്ട് റൈറ്റ്നെസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രൂട്ട്ഫുൾ ആണ്, കണ്ടില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ സഫലമാകുന്നു. വിഷസ് കം ട്രൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു, മനസ്സിലായി? ഒരു 9 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു തുടക്കം നിങ്ങൾക്ക് പരാജയമാവില്ല, മനസ്സിലായി? കാരണം ഈ ഒരു ചേഞ്ച് വന്നതിന് ശേഷം തന്നെ ഈ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. കാരണം ഫ്രൂട്ട്ഫുൾ ആവുന്നു, സഫലത നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. അതായത് ആഗ്രഹ സഫലീകരണം. എന്ത് നിങ്ങൾ ആഗ്രഹിച്ചോ അതിലേക്ക് നിങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജിയെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. വളരെയധികം പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് നിങ്ങളൊരു തുടക്കത്തിലേക്ക് വരുന്നു. ആ ഒരു എനർജിയെ നിങ്ങൾക്ക് നിലനിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കൂ. ഇടയ്ക്ക് വെച്ച് ഈ എനർജി ഡൗൺ ആയിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പരാജയം, മനസ്സിലായി? അതുകൊണ്ട് ആ എനർജിയെ ഡൗൺ ആക്കരുത്, നിങ്ങൾ മുന്നോട്ട് കയറി വരൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരണം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ എലോൺനെസ് ആണ്. എന്തുകൊണ്ടാണ് ഈ എലോൺനെസ് വരുന്നത്? നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് വെളിച്ചം വരുന്നത്. എന്തുകൊണ്ടാണ് എലോൺനെസ് വന്നിരിക്കുന്നത്? നിങ്ങളെ
ഇവിടെ 9 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ ഇവിടെ ഈ ഒരു 9 വന്നിരിക്കുന്നു, 99 വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അലോൺനെസ്, ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായ എനർജിയിലേക്ക് നീങ്ങാനുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഒറ്റയ്ക്കാക്കുകയാണ്. കാരണം യൂണിവേഴ്സിന്റെ സന്തതിയാണ് നിങ്ങളെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും യൂണിവേഴ്സിന്റെ സന്തതികളാണ്. മനസ്സിലായി? അച്ഛനമ്മമാർ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നുണ്ട്. അപ്പം അങ്ങനെ യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒരുപാട് പേർ കരഞ്ഞ്, നമ്മൾ പറയവല്ല, എന്താ കരയുന്ന പിള്ളയ്ക്ക് പാലുള്ളൂ എന്ന് പറയവല്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ ഒരുപാട് കരഞ്ഞ് 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 കാര്യം നേടാൻ ശ്രമിക്കുന്നവരുണ്ടാകും. പിന്നെ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെയും കാര്യം നേടുന്നവരുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ചില ആൾക്കാർ. മനസ്സിലായി? ബുദ്ധിപൂർവ്വം ചിന്തിച്ച്, നമ്മുടെ ചിന്തയാണ് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാണ് നമുക്ക് നാളെ അത് സാധ്യമാക്കി വരുന്നത്, സാധ്യമായി കിട്ടുന്നത്. പല വ്യക്തികളുടെയും വലിയ വലിയ വ്യക്തികളുടെ ഒക്കെ ഉള്ളിലുള്ള ചിന്തകൾ കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും, പല വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് തോട്ട്സ് അല്ലേ വേണ്ടത്. ആദ്യം നമ്മൾ തോട്ട്സ് ഉണ്ടാവുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില്. ഈ ഒരു തോട്ട്സ് ആണ് നമ്മൾ പരിശ്രമിച്ച് നമ്മൾ സക്സസ്സിലേക്ക് നീക്കുന്നത്. നമ്മളെ അതിലേക്ക് നയിക്കുന്നത് ഈ ഒരു ചിന്തയാണ്. അപ്പോൾ തോട്ട്സ് എന്ന് പറയുന്നതിനാണ് ഒരുപാട് എനർജി ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഏറ്റെടുത്തിരിക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂട്ടിനുണ്ട്. ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഒറ്റയ്ക്കാക്കുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറ്റം നിങ്ങളിൽ ചുമത്തിക്കൊണ്ട് വഴക്കിട്ട് പിണങ്ങി മാറുക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നും, വേണ്ട, അവരുടെ കൂട്ടം ഇനി നമുക്ക് വേണ്ട. കാരണം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ആരോപിച്ചിട്ടാണ് വലിയ വലിയ വഴക്കും ബഹളവും ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സ്വയം വിചാരിക്കുക, എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ നിഷ്കളങ്കരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തികളുടെ എനർജി നമ്മളുമായിട്ട് മാച്ചാവുന്നില്ല. നമ്മുടെ എനർജി അവരുടെ എനർജിയായിട്ട് നമുക്ക് മാച്ചാവത്തില്ല. അതുകൊണ്ട് യൂണിവേഴ്സ് അവരെ ദൂരേക്ക് മാറ്റി. മനസ്സിലായോ? അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത്. യൂണിവേഴ്സിന്റെ തീരുമാനമാണിത്. നിങ്ങൾ ഈ സമയത്ത് ഒറ്റയ്ക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. യൂണിവേഴ്സിനെ അടുത്തറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കളങ്കമില്ല. ആ കളങ്കമില്ലാത്ത മനസ്സിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരും. അവിടെയാണ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ സാധിക്കുന്നത്. സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ പോകുന്ന വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റീബർത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ 1 ആണ് നമ്പർ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നമ്മളിവിടെ ഇവിടെ 10 വന്നിരിക്കുന്നല്ലേ? ചേഞ്ച് തന്നെയാണ് ഇവിടെയും നമുക്ക് വരാൻ പോകുന്നത്. റീബർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുതിയ ജനനമാണ്, പുതിയൊരു ജന്മമാണ്. ഒരു ഡെത്ത് കഴിഞ്ഞു, ഇനി അടുത്തത് റീബർത്താണ് വരാൻ പോകുന്നത്. ഒരു തുടക്കം വരുന്നുണ്ട്, സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പല കാര്യങ്ങളും. മനസ്സിലായി? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പുതിയ ജന്മത്തിലേക്ക്, പുതിയ വേയിലൂടെ നമ്മൾ പോവുകയാണ്. കാരണം പല അനുഭവങ്ങളുണ്ടായി, അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ആ കൂട്ടുകെട്ട് വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില എനർജീസ് വേണ്ട, ടോക്സിക് ആയിട്ടുള്ളതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം തരുന്നതാണ്. നിങ്ങളിവിടെ സ്പിരിച്വൽ വേയിലേക്ക് പോകാനുള്ള എനർജിയാണ്. പലരും അതിനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫ്ലവറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്രിയേറ്റീവ് എനർജിയാണ് തീർച്ചയായിട്ടും. കണ്ടില്ലേ? ഇവിടെ ഈ ക്രിയേറ്റീവ് എനർജിയാണ് ലോട്ടസ് ഫ്ലവർ. കണ്ടില്ലേ? ലോട്ടസ് ഫ്ലവറിനകത്തിൽ ഇരിക്കുന്നത് ആരാണ്? ഡിവൈൻ എനർജിയാണ്, അല്ലേ? എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ പരിശുദ്ധമാണ്. ദൈവങ്ങളുടെ ഒക്കെ അടുക്കൽ എല്ലായ്പ്പോഴും ലോട്ടസ് ഫ്ലവർ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോട്ടസ് ഫ്ലവർ വരുന്നത് എവിടെ നിന്നാണ്? ചെളിക്കുണ്ടിൽ നിന്ന്, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ ഒരു പൂവിനെ മറ്റ് മാലിന്യങ്ങളൊന്നും ഏൽക്കുന്നില്ല. അതിലേക്ക് ജലാംശം ഒന്നും പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. മറ്റ് മാലിന്യങ്ങളൊന്നുമില്ല. അതുപോലെയാണ് നമ്മളുടെ ഹൃദയത്തിലും. മറ്റ് മാലിന്യങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവം വസിക്കും. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും താമരപ്പൂവ് ലോട്ടസ് ഫ്ലവറിൽ ഇങ്ങനെ ദൈവത്തിന്റെ രൂപം കൊടുത്തിരിക്കുന്നത്. അവർ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, ഇരിക്കുന്നതും എല്ലാം അടുത്തും ഒക്കെ ലോട്ടസ് ഫ്ലവറിനെ കാണിച്ചിരിക്കുന്നത്. ഇത്രമാത്രം പ്യുവറായിട്ടുള്ള, പ്യൂരിറ്റി കൂടിയ ഒരു ഫ്ലവറാണ് ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നത്. മനസ്സിലായോ?
അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്രിയേറ്റീവ് എനർജിയാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ജനനമാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി എന്താണോ ആ കഴിവിനെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് അതിനെ മുന്നോട്ടെടുക്കാം. അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങൾക്കൊന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള എനർജി വരുന്നുണ്ട് ഇവിടെ. എനിക്ക് അറിയാവുന്ന ഒരു കഴിവ് ഇതാണ്, അല്ലെങ്കിൽ പാടാനുള്ള കഴിവാണോ, ആടാനുള്ള കഴിവാണോ, വരയ്ക്കാനുള്ളതാണോ, പെയിന്റിങ്ങിനുള്ളതാണോ, എന്ത് കഴിവായാലും, പാചകത്തിലാവാം, തയ്യലിലാവാം, ഇങ്ങനെ പല വിധത്തിലും ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വന്നൊരു ജയം നേടാൻ സാധിക്കും. കാരണം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആഗ്രഹ സഫലീകരണമാണ്, പിന്നെ ജീവിതത്തിലെ ചേഞ്ചാണ്, പിന്നെ ഒരു തുടക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി കണ്ടില്ലേ, ഈ ഒരു ചിരി ഉള്ളിൽ നിന്നും വരുന്നതല്ല, മുഖത്ത് കാണിക്കുന്നതാണ്. ഫേസ് മാസ്ക് ഇട്ട് നടക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇതിവിടെ. നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ തടവിലാക്കുന്ന എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലെ? മറ്റുള്ളവരുടെ ഇത് കാണിക്കുകയാണ്, എന്തിനു വേണ്ടി അവരോട് ശത്രുതയുണ്ടെന്ന് കാണിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ആ എനർജി മുഴുവനും നമ്മളുടേത് ഡൗൺ ആക്കും, നമ്മളെ തന്നെ തടവിലാക്കുന്നു. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോവാതിരിക്കുക. മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ വിദ്വേഷം, സംസാരത്തിന് പോകാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ശത്രുത വരില്ല. മനസ്സിലായോ? അങ്ങനെ ശത്രുതയില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകും. അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നത് അങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. ഇവിടെ ഒരു ഫേസ് മാസ്ക് ഇടേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ളത് മുഖത്ത് പ്രകടിപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് സന്നദ്ധരാവണം. പണ്ടുള്ളവർ പറയുമല്ല, എന്താണ്, മുൻപല്ലുകൊണ്ട് ചിരിക്കുന്നു, അണപ്പല്ലുകൊണ്ട് ഞറുങ്ങുന്നു. പലരുടെയും മുൻപിൽ ചെന്നിട്ട് അവരെ പൊക്കി സംസാരിക്കുന്നു, പുകഴ്ത്തി സംസാരിക്കുന്നു, എന്നിട്ട് മാറി ഇരുന്നിട്ട് അവരുടെ കുറ്റം പറയുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. മനസ്സിലായോ? മറ്റുള്ളവരുടെ അസൂയ വേണ്ട. അവരുടെ ഉയർച്ചയിൽ നമ്മൾ എന്തിനു അസൂയപ്പെടണം? നമുക്കുള്ള ദൈവം നമുക്ക് തന്നെ തരും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മാസ്ക് ഇട്ട് പെരുമാറേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാര്യം കാണാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ചിരിയും സന്തോഷവും ഒന്നും അത് വെറും നാട്യമാണ്, അതിനെ ഒഴിവാക്കണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ടാരോ കാർഡ്സ് കൂടി എടുത്തിട്ട് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്പ് നിറയെ സ്നേഹമാണ്, സ്നേഹം പങ്കിടുന്ന എനർജിയാണ്, പരസ്പരം കൊടുക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്ന എനർജിയാണ്, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നു, പരസ്പരം എന്താണ് കോംപ്രമൈസ് ചെയ്തു പോവുക, പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നു. രണ്ടുപേർക്കും ഒരേ എനർജിയാണ് ഇവിടെ, കണ്ടില്ലേ? ഒരേപോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ്, അതായത് സോൾമേറ്റ് കണക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ. ഈ ആത്മമിത്രത്തെ പോലെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തികൾ ആരുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മനസ്സിലായി? ഇങ്ങനെയുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു കണക്ഷനാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ, ഇത് കപ്പ് ഇമോഷൻസിനെ കുറിക്കുന്നതാണ്, സ്നേഹത്തെ കുറിക്കുന്നതാണ് കൂടുതലായിട്ടും. വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി കൂടുതലായിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുമല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പിരിഞ്ഞു പോയിട്ടുണ്ടോ, വഴക്കിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അങ്ങനെ സന്തോഷം പങ്കിടുന്ന എനർജിയാണ്. ഇവിടെ മദർ ഓഫ് വാൺസിന്റെ എനർജിയാണ്. കാരണം വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഈ ഒരു വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആവേശത്തോടു കൂടി നിങ്ങൾ എന്തിനു വേണ്ടി പുറപ്പെടുന്നുണ്ടോ,
ഈ ആവേശം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ള ഒരു ആവേശമായിരിക്കാം, അല്ലെങ്കിൽ പതുങ്ങിയിരുന്ന് മറ്റുള്ളവരെ ആക്രമിക്കുന്ന എനർജി ആവാം. ഇവിടെ സ്നേക്കിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പതുങ്ങിയിരുന്ന് ചിലരെ ആക്രമിക്കുന്ന എനർജി, ശത്രുക്കൾ ആരാണോ അവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. മറ്റുള്ളവർ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ പാമ്പിന് അല്ല സ്നേക്കിന് നമ്മൾ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് മനസ്സിൽ, അല്ലേ? ഒരു ദൈവിക സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു ഉയർന്ന പദവി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു എനർജി വളരെയധികം പവർഫുൾ ആണോ എന്നാണ് കാണിക്കുന്നത്. ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് സക്സസ് ആവാൻ കഴിയും, എനിക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് മനസ്സിലായി. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ജസ്റ്റിസ് ആണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളിൽ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടാവണം. ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. നമ്പർ 8 ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ദൈവികമായ ഒരു എനർജി, ദൈവികമായ സപ്പോർട്ട്, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കണം. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളൊരു ജസ്റ്റിസ് ചെയ്യണം. ഒന്നുകിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ആവശ്യമില്ലാത്ത രീതിയിൽ വഴക്കിന് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് നടത്തിയിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ കുറ്റാരോപണം നടത്തിയിട്ടുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവാം എനിക്കൊരു ജസ്റ്റിസ് ലഭിക്കണം എന്ന്. അതുമല്ല എങ്കിൽ ഡിവോഴ്സ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, കോടതി വഴിയുള്ള കേസുകൾ, മറ്റു പല കാര്യങ്ങളുമാകാം, വാഹന സംബന്ധമാകാം, സാമ്പത്തിക സംബന്ധമാകാം, പല കാര്യങ്ങളിലും ഉണ്ടാവാം. വെറുതെ ചിലപ്പോൾ ചില വഴക്കുകൾ ഇട്ടിട്ടും ആവാം അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങളിപ്പോൾ ഒരുപാട് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവാം എനിക്കതിന് നീതി കിട്ടണം, കാരണം ഞാനതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത്. ദൈവികമായ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന എനർജിയാണ്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ സന്തോഷമുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം, മനസ്സിലായോ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 3 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, 3 പേര് തമ്മിൽ കൂട്ടിക്കെട്ടിയുള്ള അതായത് കൂട്ടുചേർന്ന് പോവുകയാണ്. ഈ 3 പേർ തമ്മിൽ ചേർന്നിട്ട് പോകുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് വാൺസ് അല്ല, 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വാൺസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ബന്ധം ഇവിടെ അഴിയുന്നില്ല, കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് എന്താണ് സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട്, എനർജി വരുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് എനർജി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വൺസിന്റെ എനർജിയിൽ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു എനർജി ഇവിടെ പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവണം, അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടുന്നുണ്ടാവാം. ഇനി അതുമല്ല ഏതെങ്കിലും യാത്രകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അത് മാത്രം നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി ഉണ്ടാകാം, മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കുന്ന എനർജിയും ആവാം. ഇവിടെ മദർ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു പെൻറ്റക്കിളിന്റെ എനർജി വന്നിരിക്കുന്നത്. അതായത് 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ മദർ ഓഫ് പെൻറ്റക്കിൾസ്, അതായത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ സന്തോഷമാണ്, കണ്ടില്ലേ? ഇവിടെ സന്തോഷകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സാമ്പത്തികം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചില കാര്യങ്ങൾ. ചിലർക്ക് ചില ജോലികൾ ലഭിക്കുന്നതാവാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ടറികൾ ലഭിക്കുന്നതാവാം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോണിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എനർജിയുമാകാം. ഇവിടെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ എനർജി വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ജോലി ആവാം, മറ്റു പല കാര്യങ്ങളും ആവാം.
ചിലപ്പോൾ ചിട്ടി കിട്ടാനോ ലോട്ടറി കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പെന്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്, ഇവിടെയും വന്നിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസ് ആണ്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അഭിവൃദ്ധി വരികയാണ്. സാമ്പത്തികത്തിൻ്റെതായ അഭിവൃദ്ധി ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ലഭിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾ കൂട്ടുചേർന്ന് മുന്നോട്ട് പോകുന്നിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതും ആവാം. എന്തായാലും ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് വരുന്നുണ്ട്. പുതിയ ജോലിയിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതുമാകാം, നിങ്ങൾക്ക് ലഭിക്കാനുള്ളതുമാകാം. എന്തായാലും ഇവിടെ അത്രമാത്രം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഫൂളാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ ഇവിടെ പുതിയ തുടക്കത്തിലേക്ക് തിരിയുന്നു. പുതിയ തുടക്കം നിങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എനർജി ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇന്നത്തെ റീഡിങ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ റീഡിങ് ആർക്കെങ്കിലും ഒക്കെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യണം. അല്ലാതെ എപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയോ പേരാണ് ഇങ്ങനെ വിളിക്കുന്നത്. എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.